ഉണ്ണിയമ്മേ കുമ്പടി വന്നു. വേണു ഇതാ പരിപാടി എങ്കിലും എന്നെ വിളിക്കരുത്. കാരണം എനിക്കൊരു സമയം തന്നാൽ എനിക്ക് അവസരം തരണം. അതിൻ്റെ ഇടയ്ക്ക് വേണു ഇഷ്ടം പോലെ പുട്ടിന് പീരയിടുന്നുണ്ടല്ലോ. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? നെന്മാറയുടെ കാര്യത്തിൽ ഒരു വീഴ്ചയെ പറ്റി മുഖ്യമന്ത്രി പറയുന്നു. ആ വീഴ്ച എന്ന് പറയുന്നത് ഒരു ചെറിയ വീഴ്ചയല്ല. ഞങ്ങൾ സസ്പെൻഡ് ചെയ്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരു അച്ചടക്ക നടപടി മാത്രമാണ്. 2 ജീവൻ പൊലിഞ്ഞു. ഒരു മകളാണ് വന്ന് പറയുന്നത് ഇങ്ങനെ ഇരയാക്കപ്പെടും, ഞാനടക്കം കൊല ചെയ്യപ്പെടും. ആ കുട്ടിക്ക് ആ കുട്ടിയുടെ വീട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഈ സംഭവം ഉണ്ടായത്, അതായത് ആദ്യത്തെ കൊലപാതകം ഉണ്ടായത് 4 കൊല്ലം കഴിഞ്ഞ 4 കൊല്ലക്കാലം, ഏതാണ്ട് 3.5 കൊല്ലക്കാലം ആ മനുഷ്യൻ ജയിലിൽ കിടക്കായിരുന്നു. അയാളെ ജയിലിലിട്ടത് പിണറായി സർക്കാരിന്റെ പോലീസ് തന്നെയാണ്. ഭയങ്കരം തന്നെ. ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞ് സമയത്ത് കുറ്റപത്രം കൊടുത്തോ? ചോദ്യം 1. ഒരു മാറ്റവും ഇല്ലല്ലോ. കുറ്റപത്രം കൊടുത്തു. അങ്ങനെ ഫലപ്രദമായി ആ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുത്ത് ഇരകൾക്ക് നീതി കൊടുത്ത ഒരു പോലീസ് സേന അവിടെയുണ്ട്. എന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരടക്കം 3 കൊല്ലക്കാലം കഴിയുമ്പോൾ മാറ്റം വരും. മാറ്റം വന്നപ്പോൾ അവിടെ ചാർജ് എടുത്ത പുതിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ചെന്താമര എന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്വഭാവവിശേഷങ്ങൾ മനസ്സിലാക്കി വേണ്ടത്ര ജാഗ്രതയോടെ ഇടപെട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടല്ലേ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി എന്തിനാ? ഒന്നാമത്തെ കാര്യം സസ്പെൻഷൻ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. ജാമ്യ വ്യവസ്ഥയിൽ ഇറങ്ങുന്ന ആളുകൾ ബന്ധപ്പെട്ട അവർ താമസിക്കുന്ന സ്ഥലത്തെ പോലീസുകാരനൊരു പുതുമുഖ താരമാണ് എന്നതിന്റെ ഒരു ആനുകൂല്യം ചെന്താമര ഈ വസൂലാക്കിയെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? മനസ്സിലാക്കി കളഞ്ഞല്ല. ഇങ്ങനെയാണെങ്കിൽ ആരെയും എവിടേക്കും സ്ഥലം മാറ്റാതെ, അല്ലല്ല, ഈ വരുന്ന ക്രിമിനലുകളുടെ സ്വഭാവം ഹൃദിസ്ഥമാക്കിയിട്ടുള്ള ആളുകൾ അതേ കസേരയിൽ തന്നെ ഇരിക്കട്ടെ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നൊരു സംവിധാനമാണ് പോലീസ് സംവിധാനം എങ്കിൽ അതിന്റെ കാര്യക്ഷമത കാര്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. അതെ അതെ. അല്ലല്ല, അവിടെ കോടതിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഒരു കോടതി ഉണ്ടല്ലോ. നമ്മളൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ 1.5 മാസം ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ഒരാൾ അവിടെ താമസിക്കുന്നു. ആ വീട്ടുകാരും നാട്ടുകാരും എല്ലാം പരിഭ്രാന്തരാകുന്നു, പോലീസിനെ അറിയിക്കുന്നു. ഈ കാര്യത്തിൽ പിന്നെ പുതുമുഖമാകേണ്ടതില്ല. ഒരാൾ പോലീസുകാരനായാൽ മതി. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പോലീസുകാരൻ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നത് വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിക്ക് മാത്രമല്ലല്ലോ വ്യവസ്ഥ. പാർട്ടി വ്യവസ്ഥയെ പറ്റി അങ്ങ് പറയുകയുണ്ടായല്ലോ. ഈ പോലീസ് വ്യവസ്ഥയെ പറ്റി പറയുമ്പോൾ അവിടെ പുതുതായി വന്നയാളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണോ? അപ്പൊ പുതുതായി വന്ന ആളുകളുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ക്രിമിനലുകൾക്ക് എന്തുമാകാമെന്നാണോ? അല്ല, ഞാൻ പറയാത്തൊരു കാര്യം ഇങ്ങോട്ട് ചോദ്യമായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി വേണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളത് മനസ്സിലാകാതെ ചുമ്മാ ചോദിച്ചോണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ ഇപ്പൊ കൊല്ലപ്പെട്ടയാള്, അതായത് ആദ്യം കൊല്ലപ്പെട്ടയാളുടെ ഭർത്താവ് ഈ വീടിനടുത്ത് വന്ന് താമസിക്കുന്നില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയ എന്താണ്, അവരവിടെ താമസിക്കുന്നില്ല. അദ്ദേഹം ഈ കൊലപാതകം ഉണ്ടായ ശേഷം, ഭാര്യ മരിച്ച ശേഷം അദ്ദേഹം താമസിക്കുന്ന മറ്റൊരിടത്താണ്. അതാദ്യം മനസ്സിലാക്കണം. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? ആ കൊല്ലപ്പെട്ട സ്ത്രീ അവിടെ താമസിക്കുന്നുണ്ട്, അതായത് അമ്മായിയമ്മ. ഇദ്ദേഹം അവിടെ താമസിക്കുന്നില്ല. ഇദ്ദേഹം എന്താ അവിടെ വരാത്തത്? ഈ ചെന്താമര എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവം എനിക്കറിയാം. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അയാൾ അന്ധവിശ്വാസിയാണ്. നീളമുടിയുള്ള ഒരാള് എൻ്റെ ഭാര്യ പോകുന്നതിന് സഹായകരമായി എന്തോ ചെയ്തു എന്നുള്ള അന്ധവിശ്വാസം മറിഞ്ഞ് മനോരോഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അതാണ് ചെന്താമരയുടെ സ്വഭാവം. ഈ കഥ മുഴുവൻ താങ്കൾ പറയേണ്ടതില്ല, ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. ചോദ്യം ഇതാണ്, പോലീസിന് ഈ കാര്യത്തിൽ ഒരു വീഴ്ച വന്നു, അത് സസ്പെൻഷന് വിധേയമാക്കേണ്ട ഒരു വീഴ്ചയാണ് എന്നാണോ പറയേണ്ടത്? 2 ജീവൻ പോകുമ്പോ അതിന് മാത്രം ദേവീത മറുപടി. ബാക്കി കഥകളൊക്കെ നാം അറിഞ്ഞതാണ്. ഇങ്ങനെ പരാതി കിട്ടിയാൽ ഉടനെ ജയിലിലിടാനുള്ള വകുപ്പൊന്നുമില്ല. പിന്നെന്താ വകുപ്പുള്ളത്? ഇവിടെ ഷംസീദിന്റെ പുതിയ പ്രൊസീജിയർ കോഡ് ന്യായ സംഹിത വന്നു. മുസ്ലിം ലീഗിന്റെ ന്യായ സംഹിത. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. പ്രിവെന്റീവ് അറസ്റ്റ്, കോടതി ജാമ്യം കൊടുത്തിയാൾക്ക് പ്രിവെന്റീവ് അറസ്റ്റ് പറ്റുമോ? നിങ്ങൾ മുസ്ലിം ലീഗിന് വേണ്ടി പുതിയ ന്യായ സംഹിത ഉണ്ടാക്കാൻ പറ്റുമോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ, ജാമ്യ വ്യവസ്ഥ ലംഘിച്ച്
എവിടുന്ന് കിട്ടിയാടോ ഇയാളെ? അല്ല, ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ഇയാൾ ഈ നെന്മാറ പഞ്ചായത്തിൽ താമസിക്കുന്നു. ഇരകളുടെ വീടിന്റെ 100 മീറ്റർ അപ്പുറത്ത്. ആ കാര്യം പോലീസിന് കോടതി അറിയിച്ചൂടെ? അതിപ്പോ ലീഗിന്റെ ന്യായ സംഹിത മാറ്റിവെക്കുക, CPM-ന്റെ ന്യായ സംഹിതയെ മാറ്റിവെക്കുക, ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരം അല്ലല്ല ആഞ്ജനേയ സ്വാമി, അത് കോടതിയെ അറിയിക്കാൻ പറ്റുമോ ഇല്ലയോ പോലീസിന്? അത് ചെയ്തോ ഇല്ലയോ പോലീസ്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതാണ് കോടതി ചെയ്ത തെറ്റ്. ഒരു കോടതിക്കകത്ത് ജാമ്യാപേക്ഷ കൊടുക്കുന്ന ഘട്ടത്തിൽ ഇയൊക്കെ ജാമ്യം കൊടുത്താൽ അപകടമാണെന്ന് പോലീസ് പറഞ്ഞോ ഇല്ലയോ? ചോദ്യം തടയരുത്. കോടതി ജാമ്യം കൊടുത്തു, 4 കൊല്ലക്കാലം കഴിഞ്ഞ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച കാര്യം പോലീസ് കോടതിയെ അറിയിച്ചോ ഇല്ലയോ? ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അല്ലല്ല, അതിന് മാത്രം ചോദ്യം. അങ്ങ് ഒരുപാട് സമയമെടുത്തു. ഇതിന് ദയവ് ചെയ്ത് വഴങ്ങുക. പോലീസ് കോടതിയിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച കാര്യം അറിയിച്ചോ ഇല്ലയോ? പോലീസ്, അതല്ലാതെ പുതുമുഖത്തെ പറ്റിയല്ല ചോദിക്കുന്നത്. പോലീസ് അറിയിച്ചോ ഇല്ലയോ? അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. ഇതിന് 2 ഭാഗമുണ്ട്. ഒരു ഭാഗം എന്ന് പറയുന്നത് ജാമ്യ വ്യവസ്ഥ ലംഘിക്കുമ്പോൾ പോലും കോടതി ചെയ്തൊരു പ്രധാനപ്പെട്ട പെശകുണ്ട്. എന്താ പെശക്? ഇയാള് നെന്മാറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കയറാൻ പാടില്ല എന്ന വ്യവസ്ഥ എന്തിനാ ഇളവ് ചെയ്ത് കൊടുത്ത്? അതിന് കോടതിയിലെ പോലീസ് ഒബ്ജക്ഷൻ കൊടുത്തോ? ഇവൻ നമ്മൾ നാളെ എടുത്തോണേട്ടാ. കോടതി പോലീസിന്റെ ഒബ്ജക്ഷൻ സ്വീകരിക്കുന്നില്ല എന്ന ബോധ്യം വരുമ്പോ പോലീസ് ആ നിലയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. അല്ലെന്നേ, പുതിയ വ്യവസ്ഥ വന്നു. നെന്മാറ പഞ്ചായത്തിനകത്ത് പ്രവേശിക്കരുത് എന്ന വ്യവസ്ഥയുണ്ട്. അത് ലംഘിക്കപ്പെട്ടു എന്ന വിവരമുണ്ട്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്തിയോ ഇല്ലയോ? എനിക്ക് ഇനിയെങ്കിലും അങ്ങയുടെ അഭ്യർത്ഥനയുള്ളത് ആ ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. കോടതിയോട് ഈ കാര്യം ജാമ്യ വ്യവസ്ഥ ലംഘിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ പോലീസ്? ലീഗിന്റെ ന്യായ സംഹിതയെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. പോലീസ് ചെയ്തോ? സസ്പെൻഡ് ചെയ്തോ? സസ്പെൻഷന്റെ കാര്യമാണല്ലോ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. ഉത്തരവിൽ എന്താ പറയണത്? SI കൊടുത്ത സസ്പെൻഷൻ ഉത്തരവിൽ എന്താ പറയണത്? SI യുടെ കാര്യം പറഞ്ഞിട്ട് പോലീസ് ഇത് ചെയ്തോ ഇല്ലയോ? അതാണ് ചോദ്യം. പോലീസ് കോടതിയിൽ പോയി ഈ കാര്യം അറിയിച്ചോ ഇല്ലയോ? അല്ലെന്നേ, ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് അങ്ങനെ പല വീഴ്ചയും വരാം. അതിലെ സസ്പെൻഷന്റെ പ്രശ്നമല്ല ഇത്. പത്തനംതിട്ട പോലെയല്ല. പത്തനംതിട്ടയിൽ പിന്നെ പേരിനെങ്കിലും ഒരു സസ്പെൻഷൻ നടപടിയെന്ന് ന്യായീകരിക്കാം. ഇവിടെ അങ്ങനെയല്ല. 2 ജീവനാണ് പോയിരിക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങ് എത്ര പറഞ്ഞാലും ആ കാര്യത്തിൽ തൃപ്തികരമല്ല അങ്ങയുടെ വിശദീകരണം. ഞാൻ അങ്ങയിലേക്ക് വരാം. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അല്ലല്ല, 10-23 മിനിറ്റായി. ഒരു സെക്കൻഡ്. ശ്രീ NP ചെക്കുട്ടി, ഇവിടെ അങ്ങേക്ക് ബോധ്യപ്പെടുന്നുണ്ടോ ഈ ന്യായം? ബോധ്യപ്പെടുന്നതിന്റെ കാര്യമാണ് നിൽക്കട്ടെ. ഈ പോലീസ് ഈ കാര്യത്തിൽ എന്ത് ചെയ്തു എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. ശ്രീ അനിൽകുമാറിനോട് 10 വട്ടം ചോദിച്ചാലും ഇത് തന്നെയാണ് പഴയ പല്ലവിയാ പറയുന്നത്. ഈ പറയുന്ന ജോപ്പനെ പിടിച്ചകത്തിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പോലീസാണ്. ശിവശങ്കരനെ പിടിച്ചകത്തിട്ടത് ED-യുമാണ്. അതിനുള്ള മറുപടി വേഗം. അങ്ങേക്ക് അനന്തമായ സമയം തരികയല്ല, ഇതിനുള്ള മറുപടി വേഗം, എന്നിട്ട് അങ്ങേലേക്ക് വരാം. ഉത്തരം പറ. അതാ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു CD വിഴുകിയായിരുന്നല്ലോ. ആ പരാതിക്കാരിയുമായിട്ട് പാതിരാത്രിയിൽ മഹാഭാരതം പഠിപ്പിക്കുകയോ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഒക്കെ ചെയ്തു. ആ കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്ന K. മുരളീധരൻ പറയുന്ന ആ CD ഉണ്ടല്ലോ, അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്നെ വിഴുങ്ങിയത് എന്തിനാ? അത് ഏത് കേസായിരുന്നു? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതെ, ആ ചങ്ങലയുടെ കാലത്താണ് പറഞ്ഞത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് CD വിഴുങ്ങി അവരുടെ ഫോൺ കോൾ രജിസ്റ്റർ പോലീസ് എടുത്തു. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ലോക പരാജയം. ആ എടുത്ത സാധനം DGP ഓഫീസിൽ നിന്നും വിഴുങ്ങിയതിന്റെ ഭാഗമായിട്ട് പോലീസ് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അത് പുറത്തു വന്നിട്ടില്ല. അത് നശിപ്പിച്ചു. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. ഈ സോളാർ കേസിലെ പണം തട്ടിപ്പ് നടന്ന മല്ലേലി ശ്രീധരൻ നായർ ഇങ്ങനെ നടന്നിട്ട് മല്ലേലി ശ്രീധരൻ നായർക്ക് നീതി കൊടുത്തോ? ബാക്കി പണം നഷ്ടപ്പെട്ടവർക്ക് നീതി കൊടുത്തോ? ശ്രീ അനിൽകുമാറിന്റെ വാദം പൊളിഞ്ഞു എന്ന് മറ്റുള്ളവർക്ക് തോന്നാതിരിക്കാൻ
അദ്ദേഹം നടത്തുന്ന ന്യായവാദങ്ങളാണോ ഇത്? താങ്കൾ എനിക്ക് വിഷമമില്ല. എന്റെ കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ എന്റെ വാദം പൊളിഞ്ഞൂന്ന് രണ്ട് വാദങ്ങൾക്ക് അങ്ങയുടെ മറുപടികൾ പൊളിയുകയാണ്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. പറയട്ടെ, അടപടലം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലല്ല, അതെ, അത് വിധിക്കാൻ വേണു ആയില്ല. ഓഹോ, ഇന്നിനി നീ മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. വേണു ഇപ്പം തൽക്കാലം അവിടെ ഇരുന്നു. പക്ഷെ വേണു ആയിട്ടില്ല. എന്റെ വാദം പൊളിഞ്ഞു എന്ന് പറയാൻ അതല്ലല്ലോ, ഞാൻ പറയട്ടെ, നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ആ പരിപാടി ഒന്നും വേണ്ട. ആ പരിപാടി വേണ്ട. അല്ല, കുറച്ചൊന്ന് പ്രകോപിതനാകും അനിൽകുമാർ, കാരണം അദ്ദേഹത്തിന്റെ വാദം പൊളിഞ്ഞിരിക്കുകയാണ്. ശ്രീ ജിൻഡോ വേഗം. മറുപടി വരുന്നു. അന്വേഷണം വരുമ്പോൾ സെക്രട്ടേറിയറ്റിലെ CCTV ഇടിമിന്നലേറ്റ് പോയെന്നും ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. സെക്രട്ടേറിയറ്റിലെ ഫയലുകൾക്ക് തീ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്താണ് സംഭവിക്കുന്നത്. ശ്രീ അനിൽകുമാർ ഫാക്ട് പറയൂ. തമ്പാനൂർ രവി മൊഴി പഠിപ്പിച്ചത് ആരെയാ? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. ബെന്നി ബെഹനാൻ മൊഴി പഠിപ്പിച്ചത് ആരെയാ? അങ്ങനെ തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും ഉമ്മൻചാണ്ടി എത്ര തവണ കണ്ടു മൊഴി പഠിപ്പിക്കുന്ന ആരെയാ? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. മൊഴി പഠിപ്പിച്ചിട്ട് കേസിൽ നിന്ന് ഊരിയെടുത്തിട്ടാണോ കേമത്തരം പറയാൻ വന്നിരിക്കുന്നത്? ഇനി CCTV കത്തിപ്പോയി, പിന്നെന്താ പറയണത്? ഫയല് കത്തി. വിഡ്ഢിത്തരം പറയുന്നതിന് കയ്യും കാലും വെച്ച് ചാനൽ വന്നിരിക്കട്ടെ. നിങ്ങൾ പണം കൊടുത്ത് സരിതയെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചില്ലേ? പരാജയിപ്പിച്ചില്ലേ? നിങ്ങൾ എത്രത്തോളം കഥ എഴുതി, അപസർപ്പക കഥകളെ പോലെ. എന്നിട്ട് അന്വേഷണം എന്തായി? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. തമ്പാനൂർ രൂപ ബെന്നി ബെഹനാനോ 8 വർഷമായിട്ട് ആഭ്യന്തര വകുപ്പ് കസേരയിൽ ഇരിക്കുന്ന ആരാ? പിണറായി വിജയനല്ലേ? ശ്രീകുമാർ, അങ്ങയുടെ മറ്റു നേതാക്കന്മാരെ പറഞ്ഞാൽ നോക്കുന്ന പോലെ ജിൻഡോയ്ക്കുമുണ്ട്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. വേണു, ഇതാ പരിപാടി എങ്കിലും എന്നെ വിളിക്കരുത്. കാരണം എനിക്കൊരു സമയം തന്നാൽ എനിക്ക് അവസരം തരണം. അതിൻ്റെ ഇടയ്ക്ക് വേണു ഇഷ്ടം പോലെ പുട്ടിന് പീരയിടുന്നുണ്ടല്ലോ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. അതിൻ്റെ ഇടയ്ക്ക് ജിൻഡോ ഇതിന് ഞാൻ പറയുന്നതിനെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേണ്ടാത്ത പറയുകയാണ്. വേണു ശബ്ദം കേട്ടിട്ടില്ല ബെന്നി ബെഹനാൻ ആരെയാ മൊഴി പഠിപ്പിച്ചത്? ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. തമ്പാനൂർ രവി ആരെയാ മൊഴി പഠിപ്പിച്ചത്? അവർ തമ്മിലുള്ള ബന്ധം എന്താ? നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട എന്റെ ചോദ്യം എന്താണെന്നറിയോ? ഒന്നാമത്തെ ചോദ്യം, വേണു ഈ വാദം പൊളിയുന്ന വേണുവിനോട് ചോദിക്കുക. ഇപ്പോ സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ദുബായ് വിമാനത്താവളത്തിൽ സ്വർണം കടത്തിയാൽ സെക്രട്ടേറിയറ്റിലെ CCTV എന്നാ കിട്ടും? നിങ്ങൾ ജഡ്ജിയാണല്ലോ, നിങ്ങൾ ആ കേസ് വായിച്ചിട്ടുണ്ടോ? ജഡ്ജി ഇതൊരു നടക്ക് പോണ മാതിരില്ല. ജഡ്ജിയോട് ഞാൻ പറയാ, NIA കുറ്റപത്രത്തിൽ പറയുന്നത് എന്നാണെന്നറിയോ? ശിവശങ്കർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അറിയില്ലായിരുന്നാണ്. നിങ്ങൾ ആദ്യം വായിച്ചു നോക്കിട്ട് വാ. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. വാദം പൊളിക്കാൻ നടക്കുന്നവര്. അതുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി BJPക്ക് വേണ്ടി നിങ്ങൾ ഇതുപോലെ കൂലിപ്പണി ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണം കടത്തുന്നത് പിടിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? അതുകൂടി പറയും. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. കരിപ്പൂർ വിമാനത്തിൽ സ്വർണം കടത്തി അത് മലപ്പുറം ജില്ലയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി പ്രചരണം നടത്തുന്ന ഒരുപാട് കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്റെ നേട്ടം ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണം കടത്തിയത് എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ പോലീസ് പിടിക്കാതിരുന്നത്? അതുകൂടി പറയും. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അതെ, ഈ സാധനത്തിന് എന്താ ചെയ്യാൻ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.